വാർത്തകൾ വിശദമായി. തൂത വീട്ടിക്കാട് കോറി ചെർപ്പുളശ്ശേരി നഗരസഭ അധികൃതർ സന്ദർശിച്ചു. വീട്ടിക്കാട് സ്വദേശികളുടെ പരാതിയെ തുടർന്നാണ് സന്ദർശനം. എന്നാൽ ക്രഷർ യൂണിറ്റ് ആരംഭിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. തൂത വീട്ടിക്കാട് പ്രദേശത്തെ കോറി യാതൊരുവിധ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ച് വലിയ പ്രതിഷേധങ്ങളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉയർന്നു വന്നത്. ക്രഷർ യൂണിറ്റ് ആരംഭിച്ചാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർക്കും ജിയോളജി വകുപ്പ് തല ഉദ്യോഗസ്ഥർക്കും നിരവധി തവണയാണ് പരാതിപ്പെട്ടത്. എന്നാൽ ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനം ഇന്നും തുടരുകയാണെന്നും അധികാരികൾ ഇവർക്കുനേരെ മുഖം തിരിയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുമാണ് പരാതി. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞു കുട്ടികൾക്ക് ശ്വാസമുട്ടൽ അങ്ങനെയൊക്കെ വരും. ഭയങ്കര ദുരിതത്തിൽ തന്നെയാവും ഞങ്ങൾ. ഇത്ര വലിയ കുഴൽക്കിണറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന തുള്ളി വെള്ളം കൂടിയും ഇവർ ഊറ്റിയെടുക്കും. പിന്നെ ഇതേനെ ഈ സ്കൂളുകൾ ഈ പ്രദേശത്തെ സ്കൂളുകൾക്ക് അത്യാവശ്യം വണ്ടികൾ പോകുന്നുണ്ട്. ഒരു 10-15ഓളം സ്കൂളുകൾക്ക് ഇവിടുന്ന് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മോട്ടോർ ബൈക്കും ഒരു ബസ്സും കൂടി വന്ന രണ്ട് ഭാഗത്തു നിന്നും സൈഡ് കൊടുത്ത് പോകാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും കാണാം, നിങ്ങളൊക്കെ വാഹനങ്ങൾ പോകുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രദേശത്തേക്ക് ഇത്ര വലിയൊരു യൂണിറ്റ് ഇവിടെ നിങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായിരിക്കും. 4 യൂണിറ്റുകളാണ് ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 4 യൂണിറ്റിൽ 4 വണ്ടി അതിൽ കയറണം. വീട്ടിക്കാട് പൌരസമിതിയുടെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നഗരസഭാ അധികൃതരുടെ സന്ദർശനം. കോറി ഉടമകൾ എൻഒസിക്ക് നഗരസഭയിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇത് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം പേർ നൽകിയ പരാതി പരിശോധിക്കാനും നിജസ്ഥിതി നേരിട്ട് കണ്ടു മനസ്സിലാക്കാനുമാണ് നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ചത്. തുടർന്നാൽ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ക്രഷർ യൂണിറ്റ് എന്തു വില കൊടുത്തും തടയുമെന്നാണ് വീട്ടിക്കാട് വാർഡ് കൌൺസിലർ പി കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. ഈ കോറിക്ക് എതിരാണെന്നും പറഞ്ഞിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങൾ ഒപ്പ് ശേഖരിച്ച ഒരു മെമ്മോറാണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ നാട്ടിലെ ഭൂരിപക്ഷം 90%, 100% തന്നെ പറയാം. അത്രയും ജനങ്ങൾ ഈ കോറിയും ക്രഷറും തുടങ്ങുന്നതിന് എതിര് തന്നെയാണ്, യാതൊരു സംശയമല്ല. എന്നാൽ ഈ കോറി മാഫിയ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അത് പൈസയും കൊടുത്ത് കുറച്ച് ആളുകളെ വശീകരിച്ചുകൊണ്ടാണ് അനുകൂലമാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അല്ലാതെ ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. കാരണം ഇവിടെ ഇവർക്ക് ഇവരുടെ ജീവനും സ്വത്തിനും ഭീഷണി തന്നെയാണ്. 3-4 വീടുകളെ തകർന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ അടുത്ത കാലത്തേക്ക് പിന്നെ ഇവിടെ വെടിപൊട്ടിച്ചപ്പോ തലനാരിഴക്കാണ് ഒരു സ്ത്രീ രക്ഷപ്പെട്ടു പോയത്. എന്നിട്ടും അത് ഇല്ലാന്ന് പറഞ്ഞിട്ട് അവര് ആണത് പറഞ്ഞു നടക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ സ്ഥാപനം ഇവിടെ വേണ്ട, ഈ നാട്ടുകാർക്ക് വേണ്ടാത്ത സ്ഥാപനം എന്തിനാണ് ഇത്ര? ക്രഷറിനെതിരെ വിവരാവകാശ നിയമപ്രകാരം വാങ്ങിച്ച മറുപടിയിലെല്ലാം യാതൊരുവിധ അനുമതിയും ലഭിക്കാതെയാണ് ക്രഷർ ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് ബിജെപി കൌൺസിലർ പി ജയൻ പറഞ്ഞു. ഇവിടെ നിന്നൊക്കെ തന്നെ നൽകിയിട്ടുള്ള മറുപടികളിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം പ്രവർത്തിക്കാനുള്ള അനുമതി പലപ്പോഴും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതും താൽക്കാലികമായിട്ട് ചില അനുമതികൾ നൽകിയത് റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഓരോ കോടതിയിൽ നിന്നും അതുപോലെ തന്നെ ഓരോ ജിയോളജി വകുപ്പിൽ നിന്ന് വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അങ്ങനെ ഈ ക്രഷർ പ്രവർത്തിക്കാൻ വേണ്ട അനുമതി കൊടുക്കേണ്ട വിവിധ തലങ്ങളിൽ നിന്ന് കിട്ടേണ്ട അനുമതികളൊന്നും തന്നെ ഈ ക്രഷറിന് ലഭിച്ചിട്ടില്ല. പക്ഷേ വളരെ വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഗതി, ഒരു ക്രഷർ ഇത്തരത്തിലുള്ള യാതൊരു അനുമതികളും ഇല്ലാതെ ക്രഷർ വളരെ ഭംഗിയായിട്ട് ഈ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശവാസികൾ മുഴുവൻ ശക്തമായി എതിർക്കുന്നു. ഈ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നൊന്നും തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഒന്നും തന്നെ യാതൊരു അനുമതിയും ലഭിച്ച് നിലവിലില്ലാത്ത സാഹചര്യത്തിലും ഇവിടെ ഇത്തരത്തിലൊരു ക്രഷർ പ്രവർത്തിക്കുമ്പോൾ അത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഈ പ്രദേശവാസികളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഭാവി തലമുറയുടെ അവരുടെ ഒരു ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ക്രഷറിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ നഗരസഭാ അധികൃതരുടെ സന്ദർശനം വീട്ടിക്കാട് പ്രദേശവാസികളുടെ ജനവികാരം മാനിച്ചുകൊണ്ടുള്ള മറുപടിയായിരിക്കുമെന്ന ശുഭപ്രതീക്ഷയുണ്ടെന്നും ജയൻ ചൂണ്ടിക്കാട്ടി. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത്, വൈസ് ചെയർമാൻ കെ അസീസ്, നഗരസഭാ സെക്രട്ടറി ഹരികൃഷ്ണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രാംകുമാർ, കൌൺസിലർമാരായ രതി ദേവി, പി സുബീഷ്, പി ജയൻ, പി വിനോദ് കുമാർ, ഹംസ കാറൽമണ്ണ, പി കുഞ്ഞിക്കണ്ണൻ, കൃഷ്ണദാസ് തുടങ്ങിയവർ സന്ദർശനം നടത്തി. പൌരസമിതി അംഗങ്ങളും വിവിധ കക്ഷി രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു. യുക്യൂബ് CCN ചെർപ്പുളശ്ശേരി.